എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലേക്ക് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ വാരാഹി ദേവി പൂജയാണ് നടക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കുക. ലാസ്റ്റത്തെ വീഡിയോ ഡേ 1 വീഡിയോയും കാണുക. അതിനകത്ത് കമൻസൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചെയ്തു. ഇന്നലത്തെ പ്രെയറിൽ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേര് ഇന്ന് ന്യൂ കമൻസ് വന്നിട്ടുണ്ട്, അവരെ ഞാൻ ഈ ഒരു പ്രെയറിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസത്തെ വാരാഹി ദേവി പൂജ. അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ദിവസത്തെ വീഡിയോയിന് അല്ലെങ്കിൽ ഈ ഒരു പൂജയുടെ ഗുണങ്ങളും അതുപോലെ തന്നെ ഈ പൂജ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ രാത്രിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10 മണിക്ക് ശേഷമാണ് ഈ ഒരു പൂജ നടത്തുന്നത്. അപ്പം ഈ പൂജയ്ക്ക് ഓരോ ദിവസത്തെ പൂജയ്ക്കും അതിൻ്റേതായ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയ്ക്കകത്തും നിങ്ങൾ പേരും നാടും നിങ്ങളുടെ ആവശ്യവും മെൻഷൻ ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യവും അനുസരിച്ച് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റൂ. ഇന്നത്തെ വാരാഹി പൂജയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ മോശമായ ജീവിത സാഹചര്യം ലൂടെ കടന്നു പോകുന്നവർക്കും, അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിൽ സംഭവിച്ച ആ ഒരു വയനാട് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വളരെ വിഷമമായ ഒരു സിറ്റുവേഷനാണ് ലാസ്റ്റ് ഒരു 3-4 ദിവസം മുമ്പ് ഉണ്ടായത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇന്നത്തെ പ്രാർത്ഥന. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ എല്ലാവരും ചേരേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് ശക്തിയായ മന്ത്രമാണ്. ഈ ഒരു മന്ത്രം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വാരാഹി ശക്തി മന്ത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് ആ അമ്മയോടുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കുക. അമ്മയോടുള്ള ആ ഒരു പ്രാർത്ഥിച്ച അമ്മയോടുള്ള വിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അമ്മയെ ധ്യാനിക്കുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ 2 ഈ ഒരു പ്രാർത്ഥന ഞാൻ പൂജയിൽ ഉൾപ്പെടുത്തുന്നവരുടെ പേരുകൾ, അതുപോലെ തന്നെ എല്ലാവരുടെയും പേരും നക്ഷത്രവും അതുപോലെ തന്നെ ആവശ്യവും മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കമൻറ്റ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്താനാവുള്ളൂ. അപ്പോൾ ജീവിത സാഹചര്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവും. പൈസ കടം കൊടുത്തിട്ട് അവരതിൽ കടം കയറി കഷ്ടപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ കിട്ടിയിട്ട് അത് ആരെങ്കിലും അല്ലെങ്കിൽ അവിടെ ഒരു ശത്രുക്കളുണ്ടായി അവർക്ക് അത് തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന അങ്ങനെ ഒരുപാട് പേരുടെ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു പൂജ. ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിത സാഹചര്യം മോശമായിട്ടുള്ള ജീവിത സാഹചര്യമാണെങ്കിൽ അല്ലെങ്കിൽ തൊഴിൽ ലഭ്യതയാണോ അത് എന്താണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്ത് നിങ്ങളുടെ പേരും നാളും ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മക്കളാവട്ടെ അല്ലെങ്കിൽ മരുമക്കളാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ ഏതൊരു മെമ്പറും ആയിക്കോട്ടെ, അവരിപ്പോൾ ഏത് സ്ഥലത്താണെങ്കിലും വിഷയമില്ല കേട്ടോ. നിങ്ങളിത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഈവൻ അമേരിക്ക ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എവിടെയായാലും നിങ്ങൾ അവർക്കും അതായത് ചിലപ്പോൾ അറിയാത്ത ആളുകളായിരിക്കാം അല്ലേ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫാമിലി മെമ്പറായിട്ടുള്ള ഒരാൾ, അവരെ ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോസ് എല്ലാം തന്നെ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുന്നത്ര അവരും അതിൽ പ്രാർത്ഥനയിൽ കൂടിക്കോട്ടെ അല്ലേ, അപ്പം നന്നായിക്കോട്ടെ. അപ്പോൾ എല്ലാവരും അത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും എല്ലാ പറഞ്ഞ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്താനാവുള്ളൂ. പേരും നക്ഷത്രവും അതുപോലെ തന്നെ ആവശ്യം എന്താണെന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്ത കമൻ്റ് ആയിരിക്കണം. ജീവിത സാഹചര്യം എത്ര മോശമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന വാരാഹി ദേവി നമ്മളെ ചേർത്ത് പിടിക്കും. അതിന് യാതൊരു സംശയവുമില്ല. വാരാഹി ശക്തി മന്ത്രം അത്രയും അതിശക്തമായ മന്ത്രമാണ്. ആ ഒരു മന്ത്രത്തെ ഒരു ആൾ വിചാരിച്ചാലും അത് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഭക്തനെ ഏത് രീതിയിലും അവർക്ക് ദ്രോഹിക്കാനോ ഒന്നും സാധ്യമല്ല. അതിനൊന്നും വാരാഹി ദേവി സമ്മതിക്കുകയില്ല. അപ്പോൾ ഇത്രമാത്രം നിങ്ങൾ വിചാരിക്കുക, നമ്മുടെ പ്രാർത്ഥന ഉറപ്പായിട്ടും ദേവി കേൾക്കും. നിങ്ങളുടെ കൂടെ ഉറപ്പായിട്ടും ദേവി ഉണ്ടാവും. നിങ്ങൾ ഈ ദേവിയുടെ പ്രാർത്ഥന ഏതാണെന്നുള്ളത് ഞാനിതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു 5 മിനിറ്റ് സമയം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക.
അതുപോലെ കൂടെ മന്ത്രം ജപിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാര്യം ഇങ്ങനെ ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാനാവില്ല. മൊത്തം ഈ വീഡിയോ കണ്ട് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ ആ മന്ത്രജപം ഇടുമ്പോൾ കൂടെ ജപിക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് സമയമില്ല എന്നുള്ള കാര്യം ഒരുപാട് പേർക്ക് അല്ലേ പറഞ്ഞിട്ട് അവർക്ക് സമയം പ്രശ്നമാണ് എല്ലാവർക്കും. ഈവൻ ഹൗസ് വൈഫ് ആയാലും അവർക്ക് അവരുടേതായ ഫാമിലി കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു 5 മിനിറ്റ് നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു വീഡിയോ ഓൺ ചെയ്ത് ആ സമയം ഈ നല്ല നല്ല കാര്യങ്ങൾ കേട്ട് അതോടൊപ്പം തന്നെ ആ ഒരു മന്ത്രജപവും നിങ്ങൾ ഉരുവിട്ട് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് കിട്ടുമെന്നേ, അതിന് സംശയമൊന്നുമില്ല. ഓക്കെ, ചെറിയൊരു കാലതാമസം വന്നു കഴിഞ്ഞാലും വേണ്ടില്ല, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സാധിച്ചു തരുന്നതാണ് വാരാഹി ദേവി. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഞാനും ഒരുപാട് ദുഃഖത്തിലും അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, ജീവിതം മോശമായ സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ എനിക്ക് കുറേയൊക്കെ എൻ്റെ എനിക്ക് ദേവി എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു വരാഹി ദേവിയുടെ ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രഷ്യസാണ്. വെച്ചാൽ അത്രയും എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് ഞാൻ നിങ്ങളിലും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം ഞാൻ എൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞറിയിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഉറപ്പായിട്ടും ദേവി നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വിശ്വാസമാണ് പ്രധാനം. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദേവിയെ ആരാധിക്കരുത്. എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുള്ള കാര്യമാണ്. അതായത് നിങ്ങളുടെ ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ദേവിയെ ആരാധിക്കുന്നില്ല, അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. അങ്ങനെ ചെയ്യരുത്. ദൈവം എന്നുള്ള ഒരാളാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ ദൈവത്തെ നമ്മൾ വലിയൊരാളായിട്ട് തന്നെ കാണണം. ആ ദൈവത്തെ തന്നെ നമ്മൾ മരിക്കുന്നവരെയും നമ്മൾ ആരാധിക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ നമ്മുടെ ഒരു അച്ഛൻ അമ്മ എന്നുള്ള ആ ഒരു പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുക അല്ലേ. അപ്പോൾ നമ്മളെ ഏത് ശത്രുക്കളാവട്ടെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ മോശമായ ഒരു കാര്യമാവട്ടെ അത് ചെയ്യരുത് എന്ന് പറയുന്ന ആളും ഒരു ദൈവത്തിൻ്റെ ഒരു സഹായിയായിട്ട് നമ്മുടെ മുന്നേ വന്ന് പറയുന്നതായിരിക്കാം. അതേസമയം നമ്മുടെ ഓപ്പോസിറ്റ്, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം മോശമായിട്ടും അത് നീ ചെയ്തോ എന്ന് പറയുന്ന ആൾ എപ്പോഴും നമുക്ക് ദോഷം തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ ദേവിക്ക് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, തൊഴിൽ ലഭ്യത, ജീവിത സാഹചര്യം മോശമായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൂടെ ഗുണം ചെയ്യുന്നതാണ് കുടുംബ ഐക്യം ഇതെല്ലാം. പിന്നെ നമ്മുടെ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉറ്റവരും ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി അവരുടെ മനക്കരുത്ത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു. അവർക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ മിസ്സായവരെ അല്ലെങ്കിൽ മിസ്സായവരെ കിട്ടാനും അല്ലേ. അതുപോലെ തന്നെ മരിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് വരാഹി ദേവിയോട് പ്രാർത്ഥിക്കാം. അവരുടെ സങ്കടങ്ങളൊക്കെ എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ അവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രാർത്ഥന. എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതോടൊപ്പം കൂടെ മന്ത്രം ജപിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഏതാണ് മന്ത്രം എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം. ഓം സ്വപ്നവരാഹിയേ നമഃ. 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 ഓം
ॐ स्वप्नवराह्ये नमः। 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 ॐ
स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये नमः। ॐ स्वप्नवराहिये
ഓം സ്വപ്നവരാഹിയേ നമഃ. ഓം സ്വപ്നവരാഹിയേ നമഃ. ഓം സ്വപ്നവരാഹിയേ നമഃ.